ഹായ് ആൾ എല്ലാ സ്റ്റോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെന്നല്ല കേട്ടോ, കുറച്ച് ആഴ്ചകളും മാസങ്ങളും ഒക്കെ ആയി. എനിക്ക് തോന്നുന്നു ഏകദേശം 2 മാസമൊക്കെ ആയെന്ന് തോന്നുന്നു. 2 മാസം മുന്നേ ആണ് ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് ഫർണിച്ചേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. ഇപ്പം ഞങ്ങൾക്ക് ഫർണിച്ചേഴ്സ് ഒക്കെ കിട്ടിയൊന്ന് വീടൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പം 2 months എടുത്തു കേട്ടോ ഫർണിച്ചേഴ്സ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഇവിടുത്തെ ഒരു നോർമൽ വെയിറ്റിംഗ് പീരീഡ് ആണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീടിനെ കുറച്ച് മോഡിഫിക്കേഷൻസും കുറച്ച് അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഒന്ന് സെറ്റിലായി കേട്ടോ. ഫൈനലി നമ്മളൊന്ന് സെറ്റിലായി എന്ന് പറയാൻ പറ്റും വീട്ടിൽ. അപ്പോൾ ആ ഒരു തിരക്കിനിടയ്ക്ക് നമ്മുടെ വീഡിയോസും എഡിറ്റിങ്ങും പിന്നെ നമ്മുടെ വീടിൻ്റെ പിന്നെ ഓഫീസ് വർക്ക് പിന്നെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്സപ്പ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ നമ്മളുടെ വീട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് കുറച്ച് നാളുകളൊക്കെ ആയിട്ട് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ റീസെൻ്റ്ലി വീട് വാങ്ങിച്ചതുകൊണ്ട് അങ്ങനെയുള്ള കണ്ടൻസിൽ കുറച്ചും കൂടെ നമുക്കൊരു കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ, അങ്ങനെയുള്ള വീട് റിലേറ്റഡ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയും ആളുകളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എൻ്റെ പ്രീവിയസ് വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസാണ് കേട്ടോ കിട്ടുന്നത്. ഇൻസ്റ്റാഗ്രാമിലായാലും കമൻസ് ഒക്കെ ആയിട്ടാണെങ്കിലും ഒരുപാട് ആളുകൾ നമ്മളെ റീച്ച് ചെയ്യുന്നുണ്ട്. ഓരോ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടാണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ വീടിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ അതായത് ഈ വീഡിയോ ഏറ്റവും യൂസ്ഫുൾ ആകുന്നത് പറയുന്നത് ഇപ്പോൾ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വ്യൂയിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെയും പോകുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്ന ആളുകൾക്കായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു, വ്യൂയിങ്ങിന് പോകുന്നു. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ വീട് വ്യൂയിങ്ങിന് പോകുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് പൈസ ഇറക്കേണ്ടതായിട്ട് വരും. അതായത് ഈ ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്രത്തോളം പൈസ നമ്മൾ കയ്യിൽ നിന്ന് ഇടണം, മോഡിഫിക്കേഷൻസ് ആയിക്കോട്ടെ, അത്യാവശ്യം വേണ്ട ചേഞ്ചസ് ആയിക്കോട്ടെ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പൈസ എത്രത്തോളം കയ്യിൽ നിന്ന് ഇറക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ബോയിലറാണ്. അപ്പോൾ ബോയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചൂടുവെള്ളം അതുപോലെ തന്നെ വിൻ്ററിലാണെന്നുണ്ടെങ്കിൽ ഹീറ്റിങ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ബോയിലർ എന്തായാലും അത്യാവശ്യമാണ്. ബോയിലർ ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബോയിലറിൻ്റെ കാലപ്പഴക്കം എന്നുള്ളതൊരു ഫാക്ടറാണ്. ബോയിലർ വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളതൊരു ഫാക്ടറാണ്. അപ്പം ഈ ഒരു ബോയിലറിൻ്റെ കാലപ്പഴക്കത്തിനകത്ത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നമ്മൾ വ്യൂവിന് പോകുമ്പോൾ ഒരു 20 years മേലെയൊക്കെ ആയിട്ടുള്ള പഴക്കമുള്ള ബോയിലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട് വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കിനും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആ ബോയിലറിനെ നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ വീട് വാങ്ങിച്ചിട്ട് ബോയിലറിനെ മാറ്റിയിട്ട് ബാക്കി ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ബോയിലർ മാറ്റുന്നത് ഏറ്റവും ബെസ്റ്റ് ആവുന്നത് നമുക്ക് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി യൂസേജ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബോയിലറിൻ്റെ ഫങ്ഷനാലിറ്റി ഒക്കെ ആയിക്കോട്ടെ, പഴയതിനേക്കാട്ടിലും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ പുതിയതാക്കുന്നതാണ്. അതുപോലെ തന്നെ മാറ്റിക്കഴിഞ്ഞാലും നമ്മൾ ഓരോ വർഷവും ഇതിനെ സർവീസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് ബോയിലർ തരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ ആക്കാം എന്നുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് പൈസ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് പ്ലംബിംഗ് വർക്കുകൾ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കാണാൻ പോകുന്ന വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്ലംബിംഗ് വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ഇപ്പോൾ ചിലതൊന്നും വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ചേഞ്ച് ചെയ്ത് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസിന് നമുക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നതും പ്ലംബർക്ക് വരുന്ന ലേബർ ചാർജ് എന്ന് പറയുന്നതും അത്യാവശ്യം രീതിയിൽ ഉണ്ടാകും. അപ്പം അത് ഒരു ചിലവാണ്. അപ്പം വീട്ടിൽ പ്ലംബിംഗ് വർക്കുകളൊക്കെ ഉള്ള വീടുകളാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പിന്നീട് എക്സ്പെൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഒരു കേസാണ്. പിന്നെ ഇലക്ട്രിക്കൽ വർക്കുകളൊന്നും അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന വീടുകളിൽ അത്യാവശ്യം സെറ്റപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമല്ലോ. എന്തായാലും ലൈറ്റിങ്സ് ആയിക്കോട്ടെ, ബാക്കിയുള്ള വയറിങ്സും കാര്യങ്ങളും ഒക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നമ്മൾ അതിൽ നിന്നും വരുത്തണം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ലിവിംഗ് റൂമിൽ സ്പോട്ട് ലൈറ്റ്സ് വരുത്താം, അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ബൾബുകൾ മാറ്റാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഇലക്ട്രിക്കൽ വർക്കുകൾ മോഡിഫിക്കേഷൻസിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇലക്ട്രിക്കൽ വർക്കുകൾക്കും നമ്മളൊരാളെ കണ്ടെത്തുന്ന സമയത്ത് അത്യാവശ്യം കോസ്റ്റ് ആകും. പിന്നീട് നമുക്ക് വരുന്നത് ഡെക്കറേറ്റിങ്ങിനകത്ത് ഞാൻ പെയിൻറ്റിങ് പറയുകയാണ്. അപ്പോൾ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഓപ്ഷണൽ എന്ന് വേണേൽ പറയാം. കാരണം ഇപ്പം പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളത്തില്ലാത്തൊരു പെയിൻ്റ് ആണ്, വളരെ ചെളിയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് അതിനകത്ത് സർവൈവ് ചെയ്യാനും താമസിക്കാനും പറ്റും. പക്ഷെങ്കിൽ നല്ലൊരു പുതിയൊരു വീടൊക്കെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റിങ് എന്തായാലും ചെയ്യണം.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പെയിൻറ്റേഴ്സിനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് കാണും. നമ്മുടെ വീടിൻ്റെ ഒരു വലിപ്പവും എത്ര റൂമുകളുണ്ടെന്നൊക്കെയുള്ളതനുസരിച്ച് മാറും. പിന്നെ അതിലും നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പെയിൻറ് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആളുകളെ വിളിക്കാം എന്നുള്ളതാണ്. ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ പുറത്തുനിന്ന് ആളുകളെ വിളിച്ചിട്ടാണ് പെയിൻറ് ചെയ്തത്. പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളെ വിളിച്ചിട്ടാണ് ഞങ്ങൾ പെയിൻറ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ പെയിൻറ് അടിക്കുകയാണെങ്കിൽ കുറച്ച് പെയിൻറ്റിൻ്റെ കോസ്റ്റ് മാത്രം നമ്മുടെ കയ്യിൽ നിന്നേ ആവത്തുള്ളൂ. അപ്പം പെയിൻറ്റേഴ്സിന് വരുന്ന ലേബർ കോസ്റ്റ് നമുക്ക് ആവത്തില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു ഇത് ചെയ്തില്ല. കാരണം ഞങ്ങൾക്ക് ഓഫീസ് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ വിൻ്റർ സമയത്താണ്, December 18 ഞങ്ങൾക്ക് ഞങ്ങളുടെ കീ കിട്ടിയത്. അപ്പോൾ വിൻ്റർ സമയത്ത് ഡേ ടൈം കുറവാണ്. പിന്നെ ആ ഒരു ഫർണിച്ചേഴ്സൊക്കെ ഓർഡർ ചെയ്ത് കിട്ടുന്നതിന് മുന്നേ ആ ഒരു 2 months ടൈം പീരീഡിൽ കൊണ്ട് ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ, പിന്നെ നമ്മൾ അടിച്ചാലും ആ ഒരു നല്ലൊരു ലുക്ക് കിട്ടുമോ, ഒരു പ്രൊഫഷണൽസ് അടിക്കുന്ന ഒരു ലുക്ക് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ആളുകളെ വെച്ചിട്ടാണ് പെയിൻറ് അടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെയിൻറ്റിങ് ചിലപ്പോൾ ചിലരൊക്കെ നന്നായിട്ട് ചെയ്യുമായിരിക്കുമല്ലോ. അങ്ങനെയുള്ള കേസിൽ അതൊരു എക്സ്പെൻസ് ആവില്ല, പെയിൻറ്റിൻ്റെ കോസ്റ്റ് മാത്രം മതി. നമ്മൾ പുറത്തുനിന്നൊക്കെ ആളുകളെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റിൻ്റെ കോസ്റ്റ് പ്ലസ് നമ്മളുടെ ആളുകളുടെ ഒരു കോസ്റ്റും കൂടെ വരും. പിന്നെ മെയിനായിട്ടും എക്സ്പെൻസ് ആവുന്ന ഒരു കേസാണ് ഇപ്പം കാർപ്പറ്റ് എന്ന് പറയുന്നത്. കാർപ്പറ്റ് അല്ലെ ഫ്ലോറിങ്, നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഫ്ലോറിങ് ഇടുന്നോ അതിൻ്റെ ഒരു പൈസ എന്ന് പറയുന്നത്. അപ്പോൾ ചില വീടുകളിൽ കാർപ്പറ്റ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാർപ്പറ്റ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ കാർപ്പറ്റ് ക്ലീനേഴ്സ്, അതായത് നമ്മുടെ മെഷീൻസ് ഒക്കെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്ന സർവീസസ് ആളുകൾ വീട്ടിൽ വന്ന് ചെയ്യുന്ന സർവീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമ്മുടെ കാർപ്പറ്റ് ഫുള്ളായിട്ട് മാറ്റുന്നതിലും കോസ്റ്റ് വളരെ കുറവായിരിക്കും. പിന്നെ നമുക്കൊരു പുത്തനൊരു ഫീലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട്, കാരണം ഒരുപാട് വർഷങ്ങളായിട്ടൊക്കെയുള്ള കാർപ്പറ്റ്സ് ആകുമ്പോൾ നമ്മൾ ചവിട്ടി നല്ല പതുങ്ങിയൊക്കെ ഇരിക്കുന്ന കാർപ്പറ്റുകളായിരിക്കും. അപ്പം ഫ്രഷ് ആയിട്ട് ഒരു ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാർപ്പറ്റൊക്കെ മാറുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള വീടൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം ഫിനാൻസ് പിന്നീട് ഉണ്ടെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ എന്ത് പണി ചെയ്യണമെങ്കിലും ഏറ്റവും ബെസ്റ്റ് വീട് എംപ്റ്റി ആയിട്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ കാർപ്പറ്റ് ചേഞ്ച് ആയിക്കോട്ടെ, പെയിൻറ്റിങ് ആയിക്കോട്ടെ, പ്ലംബിങ് ആയിക്കോട്ടെ, എന്ത് പണിയാണെങ്കിലും വീട് നമ്മുടെ കീ കിട്ടി ഫർണിച്ചേഴ്സ് ഒക്കെ വരുന്നതിന് മുന്നേ എംപ്റ്റി ആയിട്ടിരിക്കുമ്പോൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം മാറിക്കഴിയുമ്പോഴത്തേനും പെയിൻറ് അടിക്കണമെങ്കിൽ എല്ലാ സാധനങ്ങളും മാറ്റണം. പിന്നെ നമ്മുടെ പുത്തൻ കാർപ്പറ്റ്സ് ചെളിയാകും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരും. പിന്നെ നമുക്ക് അത്യാവശ്യം ചിലവ് വരുന്ന എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഫർണിച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫർണിച്ചേഴ്സിൽ ഇപ്പം നമ്മൾ സെക്കൻഡ് വീടൊക്കെ വാങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീട്ടിലെ സാധനങ്ങൾ കാണും. ഇനിയിപ്പോൾ വാടകയ്ക്ക് നിന്ന സമയത്തും നമ്മളുടെ കയ്യിൽ ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ ഷെയർഡ് അക്കോമഡേഷനിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ A to Z ഒന്നേന്ന് ഞങ്ങൾക്ക് വാങ്ങണമായിരുന്നു. അപ്പം ആ ഫർണിച്ചേഴ്സിന് വരുന്ന കോസ്റ്റ് നമ്മുടെ സോഫ, പിന്നെ നമ്മുടെ ബെഡുകൾ, ബെഡ്റൂം അനുസരിച്ച് എത്ര ബെഡ്റൂം ഉണ്ടോ അങ്ങോട്ടൊക്കെയുള്ള ബെഡുകൾ, പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ, ഇതിനൊക്കെ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യമാകും. പിന്നെ നമുക്കൊരു 3 വർഷം എങ്കിലും നമ്മൾ UK ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് EMIയിൽ നമുക്ക് ഈ ഒരു ഫർണിച്ചേഴ്സൊക്കെ നമുക്ക് കിട്ടും. അത്യാവശ്യം എല്ലാ കമ്പനികളും ഇങ്ങനൊരു EMI ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പോൾ 3 years UK അഡ്രസ്സ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പക്ഷേ അത് കിട്ടിയില്ല. ഞങ്ങൾ UK വന്നിട്ട് 2 years ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം 3+ years ആയിട്ടുള്ള ആളുകൾക്ക് EMIയിൽ നമുക്ക് ഫർണിച്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് മെയിനായിട്ട് വേറൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡെക്കറേറ്റിംഗ് വർക്കുകൾക്കൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം നമ്മളിപ്പോൾ ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് വീട് വാങ്ങിച്ച് കുറച്ച് കഴിഞ്ഞ് ഏകദേശം എല്ലാം ഒന്ന് പെയിൻ്റ് അടി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് അല്ലെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സ് അങ്ങനെ പല പല സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം എക്സ്പെൻസ് ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ കുറേ വാങ്ങുമ്പോഴത്തേക്കിനും കുറേ എക്സ്പെൻസ് ആകും. പക്ഷെങ്കിൽ നമ്മൾ ഇതിൻ്റെ എക്സ്പെൻസ് ഒന്നും നമ്മളിങ്ങനെ കണക്കിൽ ഇങ്ങനെ പെടുത്തി വെക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോന്നും കാണുന്ന സമയത്തായിരിക്കും ഓക്കെ അവിടെ വെക്കാൻ ഇത് കൊള്ളാം, ഇവിടെ വെക്കാൻ ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് വാങ്ങുന്നത്. പക്ഷേ ഇതും സൈഡിൽ കൂടെ അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്നാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു വീട്ടിലെ ഈ തടിയുടെ പണികളൊക്കെ ആണല്ലോ, ഈ കാർപ്പൻറ്റേഴ്സ് ചെയ്യേണ്ട പണികൾ. ഇപ്പം നമ്മുടെ സപ്പോസ് നമ്മുടെ ഡോറൊന്ന് മാറ്റണം, ഒരു തടിയുടെ ഡോറൊന്ന് മാറ്റണം, അതിനൊന്നും വലിയ പൈസ ചിലവാകുന്നതല്ല. കാരണം നമ്മുടെ ഈ തടിയുടെ ഡോറൊക്കെ കംപ്ലീറ്റ് തടിയായിട്ടുള്ള ഡോറൊക്കെ വാങ്ങുന്നതിന് 35, 40, 42 ആ ഒരു റേറ്റിലൊക്കെ നമ്മുടെ ഈ ഒരു ഡോറിന് പൈസ ആവത്തുള്ളൂ. പിന്നെ കാർപ്പൻറ്റേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന ഒരു കോസ്റ്റും കൂടെ ആവത്തുള്ളൂ. അപ്പോൾ അതൊന്നും വലിയ മെറ്റീരിയലിന് അത്ര പൈസ ആവത്തില്ല. പിന്നെ ഈ ജോലിക്കാരുടെ ലേബർ കോസ്റ്റ് അനുസരിച്ച് ആകും. എന്നാലും കമ്പാരിറ്റീവ്ലി വലിയ പൈസ ചിലവില്ലാത്ത ഏരിയയാണ് അതൊക്കെയെന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ
ഞങ്ങൾ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് ഏകദേശം കഴിഞ്ഞു. അപ്പം അതിൽ ഞങ്ങൾ മെയിൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മീഡിയം മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്തുള്ളൂ ഈ ആ ഒരു ലേബേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, മൈ ബിൽഡർ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ്. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോ ഹൗസ് റെനോവേഷൻസിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സൈറ്റാണത്. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള ചെറുതാവട്ടെ വലുതാവട്ടെ ജോലികൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് ഡിസ്ക്രിപ്ഷനും കൊടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് പേഴ്സൺസ് മൾട്ടിപ്പിൾ ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യും. നമുക്കും അതുപോലെ നമ്മളുടെ ആ ഒരു പോസ്റ്റ് കോഡിന് ചുറ്റിനുള്ള ആളുകളെ എന്താ ഇൻട്രസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് അവരുടെ റിവ്യൂസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അവരുടെ വർക്കിൻ്റേത്. ഇതൊക്കെ നോക്കിയിട്ട് നമുക്കും അവർക്കും കോമൺ ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവരോട് നമ്മളുടെ വീട്ടിൽ വന്നിട്ട് തന്നെ കോട്ട് തരാൻ വേണ്ടിയിട്ട് പറയാം. ഫ്രീ കോട്ടാണ് കേട്ടോ. അപ്പം മൾട്ടിപ്പിൾ കോട്ട്സ് നമുക്ക് എടുക്കാം. അപ്പം മിനിമം ഒരു 5-6 കോട്ടെങ്കിലും നമ്മൾ ഒരു വർക്കിന് വേണ്ടിയിട്ട് എടുത്തതിന് ശേഷം കമ്പയർ ചെയ്യുക, റിവ്യൂസ് കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ പൈസ എത്രയാണ് ഒരു കോട്ടുകൾക്ക് പറഞ്ഞേക്കുന്നത് എന്നുള്ള കമ്പയർ ചെയ്യുക. എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോട്ട് സെലക്ട് ചെയ്താൽ മതി. പിന്നെ എല്ലാവരുടെയും കോട്ട് സെലക്ട് ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ നമുക്ക് സെലക്ട് ചെയ്താൽ മതി, ആരും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. പിന്നെ പൈസ നമുക്ക് ലേബർ നമ്മുടെ പൈസ പണി എപ്പോൾ കഴിയുന്നു അപ്പോൾ ആണ് നമ്മൾ പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കേണ്ടത്. ആദ്യം അവർക്ക് ഒരു പേയ്മെൻറ്റും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഞങ്ങൾ വീട്ടിലുള്ള എല്ലാ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ മൈ ബിൽഡർ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് ആളുകളെ കോണ്ടാക്ട് ചെയ്തതും കോട്ടുകൾ എടുത്തതും പണി ചെയ്യിപ്പിച്ചതും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, UK യിലുള്ള ആളുകൾക്ക്. അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഞങ്ങൾ യൂസ് ചെയ്ത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീട് വാങ്ങുന്ന സമയത്ത് ഫിനാൻസ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് മിനിമം 10% നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടത് ഒരു വീടിൻ്റെ വിലയുടെ. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി, സോളിസിറ്റർ ഫീ ഒക്കെ കൂടെ നമ്മൾ നമ്മുടെ കയ്യിൽ കരുതണം, ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഒരു കുറച്ച് പൈസയെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലൊന്ന് ഒരു സേവിങ്സ് പോലെ നമ്മൾ വെക്കുക. കാരണം എന്തായാലും വീട് വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കിനും അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോവേണ്ടതായിട്ട് വരും. ഒരു പക്ഷേ വീട് വന്ന് കാണുന്ന സമയത്ത് നമുക്ക് അത്ര പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും വീട് വാങ്ങിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് വരുത്താം, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊക്കെ തോന്നുന്നത്, ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ. അപ്പോൾ എപ്പോഴും കുറച്ച് പൈസ നമ്മളുടെ കയ്യിൽ വീട് വാങ്ങിച്ചതിന് ശേഷം ചിലവാക്കാൻ വേണ്ടിയിട്ട് ഒരു മിസലേനിയസ് കോസ്റ്റ് ആയിട്ട് നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ വീട് വാങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്. അപ്പം അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വരുന്ന ചിലവുകൾക്കൊക്കെയും നമ്മളുടെ ആ ഒരു പൈസയിൽ നിന്നും എടുത്ത് ചിലവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബാലൻസിൽ നമ്മൾ ഫുൾ ഡെപ്പോസിറ്റ് ഒക്കെ കൊടുത്ത് വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നിനും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ ഇരിക്കും. അപ്പോൾ അതൊക്കെയൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ വീട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയും വരും ദിവസങ്ങളിലുള്ള വീഡിയോസിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.